നമ്മുടെ വീട്ടിൽ ഊഞ്ഞാലുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്. വേറൊന്നുമല്ല, ഇത് പഴയത് കടയിൽ നിന്ന് വാങ്ങിയ കമ്പിയാണ്. അതായത് 1 കിലോന് 38 രൂപ, ആ റേഞ്ചിൽ വാങ്ങിയ കമ്പിയാണിത്. ഏകദേശം 270 രൂപേൻ്റെ അടുത്ത് കമ്പി ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള കമ്പി കിട്ടി. അത് ഞാൻ പറയുന്ന പോലെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തേടി വരുന്നൊക്കെ പറഞ്ഞ് അതേപോലെയാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി കിട്ടിയത്. ഇത് മരം കെട്ടി വലിക്കുന്ന കമ്പി കേട്ടോ. അപ്പോൾ അതിൽ സ്ട്രെങ്ത്തിൽ യാതൊരു കുറവുമില്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് ഒരുപാട് കാലപ്പഴക്കം ചെന്നപ്പോൾ അവർ ഒഴിവാക്കിയതാണ്. അവർ പുതിയത് വാങ്ങുന്ന സമയത്ത് അവർ ഒഴിവാക്കിയതാണ്. അങ്ങനെ 270 രൂപയ്ക്കൊന്നും നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്പി കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഇത് പഴയത് കടയിൽ നിന്നല്ലാതെ ഇങ്ങനത്തെ കമ്പികൾ കിട്ടില്ല. പുതിയതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 160-150 രൂപേൻ്റെ അടുത്ത് 1 കിലോന് റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ, ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റിൽ മൊത്തത്തിലിട്ട് അത് കുലുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതായത് നമ്മളിപ്പോൾ അത് പെയിൻ്റ് അടിക്കുകയാണെങ്കിലും ഒക്കെ ഇരുന്നിങ്ങനെ ഒരുപാട് സമയമെടുത്ത് പെയിൻ്റ് അടിക്കണം. അപ്പോൾ മൊത്തം കളറാകുമ്പോൾ അതിൽ ആവും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. അങ്ങനെ നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചു. പെയിൻറ്റ് നമ്മൾ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ പെയിൻറ്റ് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം അടിച്ചിരുന്നത് സാധാ ഒരു പെയിൻ്റായിരുന്നു. ഇപ്പോഴാണ് അപ്പോക്സി പെയിൻറ്റ്, ഇപ്പോൾ നമ്മൾ ഗേറ്റിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോക്സിയാണ്. ശരിക്കും അപ്പോക്സിയാണ് നല്ലത്, പെട്ടെന്ന് ഉണങ്ങും, നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് അതിൻ്റെ ഒരു ഫ്രെയിമാണ്, ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ഓൾറെഡി അതിലുണ്ടായിരുന്ന ഫ്രെയിം എടുത്തിട്ട് അത് അനീഷേട്ടൻ ഫ്രെയിം ഒന്ന് ചെറുതാക്കി നമ്മൾ മരത്തിൻ്റെ സൈസിന് കണക്കാക്കി വെച്ചു. ഈ കിടക്കുന്ന മരമാണ് നമ്മളുടെ എടുക്കുന്നത്. ഈ മരം കണ്ടില്ലേ, ഈ മരം വേറൊന്നുമല്ല, നമ്മുടെ പണ്ടത്തെ ഒരു ഞാൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അനീഷേട്ടൻ തന്നെ വർക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എങ്ങനെ ചിലവ് തിരിച്ച് ഇതല്ല അടിപൊളി മരമാണ്. പക്ഷേ പശുവിൻ്റെ തൊഴുത്തിലൊക്കെ ഇട്ട് ഒഴിവാക്കി വെറുതെ വേണ്ടാതെ വെച്ചിരുന്ന മരമായിരുന്നു. ഇവിടെ അനന്തും അടിപൊളിയായിട്ട് നമ്മുടെ ചങ്ങല തൂക്കി, അതായത് ചങ്ങല തൂക്കിയത് നമ്മളെ ഫാനിൻ്റെ കുളത്തില്ലേ, അതും നമുക്ക് പഴയത് കടയിൽ നിന്ന് കിട്ടിയതാണ്. ഫാനിൻ്റെ കുളത്ത് അതിലാണ് നമ്മളിത് തൂക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഹോളിൽ അവിടെ ചെന്നപ്പോൾ ഇത് മിനുസപ്പെടുത്തുന്ന പരിപാടി അവർ പറഞ്ഞു. ഭയങ്കര അടിപൊളിയായിട്ട് മിനുസപ്പെടുത്തി. ഇത് സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി അനന്തൊന്ന് ഊഞ്ഞാലാടി നോക്കുകയാണ്. അപ്പോൾ പലക വെച്ച് സ്ട്രെങ്ത്തിന് യാതൊരു കുറവുമില്ല, കോംപ്രമൈസ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി സ്ട്രെങ്ത് തന്നെയാണ്, നല്ല പിടുത്തവും. എത്ര വെയിറ്റുള്ള ആൾ കയറിയാലും ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ ബഷീർ ആടുന്ന കണ്ടില്ലേ. ഇതെന്താ നിങ്ങളെ കൊണ്ട് ആട്ടുന്ന വീഴുള്ളൂ. ഇത് പലക അവർ പറഞ്ഞ ഏകദേശം ഒരു 150 വർഷം പഴക്കം ഉണ്ടായിരിക്കും പലകയ്ക്കെന്നാണ്. അത്രയും അടിപൊളി പലകയാണ്. എത്ര വെയിറ്റ് വേണമെങ്കിലും കയറും. അമ്മയുടെ എൻ്റെ മോനൊക്കെ കയറുന്നു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കുറച്ച് ഐറ്റം, കുറച്ചും കൂടി ഐറ്റം ഒന്ന് കുറയ്ക്കാൻ. ഇത് നമ്മളെ ലിയോ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. അവൾക്ക് ആദ്യമൊക്കെ കയറിയിരിക്കും, ഇപ്പം അവളെ അടിപൊളിയായിട്ടിരിക്കും. ആട്ടിക്കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല ആൾക്ക്. പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടൊന്നും ഇപ്പം അവൾക്ക് ഊഞ്ഞാലിൽ കയറുക എന്ന് പറഞ്ഞാൽ വലിയ മടിയൊന്നുമില്ല. തുടക്കത്തിൽ ഭയങ്കര പേടിയായിരുന്നു, എടുത്ത് ചാടുമായിരുന്നു പുറത്തേക്ക്. ഇത് ആദ്യം നമ്മളെ കണക്കൂട്ടിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാല് എവിടെയെങ്കിലും വേണം, നമ്മൾ ഫുൾ ടൈം നമുക്കൊരു റിലാക്സേഷന് വേണ്ടി ഊഞ്ഞാല് വേണം എന്നുള്ളത്. അത് ആര് വന്നാലും ഒന്ന് കയറി. നമുക്കിപ്പോൾ ഇത് പണിക്കൂലി അടക്കം കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 100-800 രൂപേൻ്റെ അടുത്ത് മൊത്തം ചിലവ് വന്നിട്ടുള്ളൂ. അതായത് സാനിറ്റർ ചെയ്യാൻ, മരം സാനിറ്റർ ചെയ്യാൻ 150 രൂപയാണ് മിനിസപ്പെടുത്തി തുളച്ചു കൊടുത്തതിന്. പിന്നെ അതിൻ്റെ കമ്പിക്ക് 20 രൂപയാണ്. അങ്ങനെ 4 കമ്പിയാണ്. അപ്പോൾ 80 രൂപേൻ്റെ അടുത്ത് കമ്പിക്കായി.
ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അനാവശ്യമായിട്ട് ചെലവ് ചുരുക്കി ആലോചിച്ചെടുത്തതാണ് കേട്ടോ. അതായത് ഇത് ഭയങ്കര സെറ്റപ്പായി അടിപൊളിയായെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും 10,000-6,000-7,000 രൂപ ഉണ്ടാക്കുന്നവരോട് കുറഞ്ഞ ചെലവിൽ ഊഞ്ഞാല് നമുക്ക് ആർക്കും ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് പറഞ്ഞത്. പുതിയതിനൊക്കെ പിന്നെ അതേപോലെ പലക നമ്മൾ പുതിയതൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര പഴയ തന്നെ കിട്ടും. ഇപ്പൊ നമ്മുടെ വലിയ ഡോറൊക്കെ അല്ലേ, ഡോറിന്റെ ഒക്കെ വാതിലുണ്ടായിരിക്കും, 750 രൂപയൊക്കെ. അങ്ങനത്തെ ഒക്കെ നല്ല നല്ല മരങ്ങൾ കിട്ടും. അതൊക്കെ ഇതിലേറെ ഭംഗി ഉണ്ടായിരിക്കും. അത് ഇനി ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതിന് കഴിഞ്ഞൊരു മരത്തിന്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ മരത്തിന് ഞാൻ